ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ശക്തമായതോടെ തന്ത്രം മാറ്റിപ്പിടിക്കാൻ കേരള കോൺഗ്രസ് എം ഐക്യജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചു പുറത്തുപോയെന്ന UDFന്റെ പ്രചാരണത്തിന് ബദലായിട്ടാണ് മറുതന്ത്രം ഇറക്കുന്നത്. എന്തുകൊണ്ടാണ് UDF വിട്ട് അതിനുള്ള രാഷ്ട്രീയ സംഘടനാ സാഹചര്യം എന്തായിരുന്നു എന്നത് ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ പുതിയ തന്ത്രം. UDF വിടേണ്ടി വന്ന സാഹചര്യം ജനങ്ങളോട് വിശദീകരിക്കുന്നതിനായി പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലെ പ്രവർത്തകർ അതാത് ബൂത്ത് പരിധിയിലെ വീടുകൾ സന്ദർശിക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എം വലതു മുന്നണി വിട്ടതിനെ തുടർന്ന് ഇടതു മുന്നണിയിലേക്ക് മാറിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മാത്രം ജയിച്ച ഇടതു മുന്നണിക്ക് അതോടെ കേരളത്തിൽ നിന്ന് 2 MP-മാരായി. ജയിപ്പിച്ച മുന്നണിയെ വഞ്ചിച്ച് എതിർപക്ഷത്തേക്ക് ചേക്കേറി എന്നതാണ് ഇത്തവണ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്ന തോമസ് ചാഴിക്കാടിനെതിരെ UDF ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. മാണി വിഭാഗത്തെ വഞ്ചകരെന്ന് വിളിച്ചുകൊണ്ട് പാഠം പഠിപ്പിക്കണമെന്ന ആവശ്യമാണ് UDF നേതാക്കൾ പൊതുയോഗങ്ങളിൽ ആവർത്തിച്ചുന്നയിക്കുന്നത്. പരമ്പരാഗതമായി UDF അണികളായിരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരെയും ഈ ആക്ഷേപം സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലതു മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ശേഷം വഞ്ചിച്ചെന്ന UDF പ്രചാരണം തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. വോട്ടർമാരിൽ വൈകാരിക പ്രതികരണത്തിന് ഇടയാക്കിയേക്കാവുന്ന UDF പ്രചാരണത്തിന് മറുമരുന്നെന്ന നിലയിലാണ് പ്രചരണ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മുന്നണി മാറ്റത്തിന്റെ കാരണം വീടുകളിലെത്തി വിശദീകരിക്കുന്നത്. സ്വമേധയാ UDF വിട്ടുപോയതല്ല, ചവിട്ടി പുറത്താക്കിയതാണെന്ന് വോട്ടർമാരെ അറിയിക്കലാണ് വീടുകൾ സന്ദർശിക്കുന്നതിന്റെ മുഖ്യ ലക്ഷ്യം. ഇതിനൊപ്പം നവമാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണവും ശക്തമാക്കും. UDF വിടുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപ് കോൺഗ്രസ് UDF നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളുടെ വീഡിയോ റീൽസായും മറ്റും പ്രചരിപ്പിക്കും. കേരള കോൺഗ്രസിനെ UDFൽ നിന്ന് പുറത്താക്കിയ സംബന്ധിച്ച് അന്നത്തെ മുന്നണി കൺവീനർ ബെന്നി ബെഹനാന്റെ വാർത്താ സമ്മേളനം, മാണിയുടെ പാർട്ടി മുന്നണി വിട്ടാലും ബാധിക്കില്ലെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുടെ പ്രതികരണം എന്നിവയാണ് പ്രചാരണത്തിന് അണിയറയിൽ ഒരുങ്ങുന്നത്. ഭവന സന്ദർശനത്തിന് സമാന്തരമായി വീഡിയോ പ്രചരണം കൂടിയാകുമ്പോൾ ഫലപ്രദമായ പ്രതിരോധം തീർക്കാനാകുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് പുതിയ നീക്കം. പരമ്പരാഗത UDF മണ്ഡലമായ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണയോടെ വിജയം കൊയ്യാമെന്നാണ് CPMന്റെ പ്രതീക്ഷ. മാണി വിഭാഗം മുന്നണിമാരെ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാനായതാണ് CPMന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ലോക്സഭയിലും ആവർത്തിക്കാൻ CPMും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. വരുന്ന ഒരാഴ്ചക്കാലം കൊണ്ട് UDFനെ വഞ്ചിച്ചുവെന്ന പ്രചാരണം മറികടക്കാനാണ് കേരള കോൺഗ്രസും UDFും ലക്ഷ്യമിട്ടിരിക്കുന്നത്. വീടുകളിലെത്തിയുള്ള ക്യാമ്പയിനും നവമാധ്യമ പ്രചരണത്തിനും ഒപ്പം സ്ഥാനാർത്ഥിയും കിട്ടാവുന്ന എല്ലാ വേദികളിലും UDF വിടേണ്ടി വന്ന സാഹചര്യം വിശദീകരിക്കാൻ തീരുമാനമുണ്ട്. LDFൽ എത്തിയ ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായതിനാൽ ശക്തി തെളിയിക്കാനുള്ള സമ്മർദ്ദം കേരള കോൺഗ്രസിനും സ്ഥാനാർത്ഥിക്കും മുകളിലുണ്ട്. പാർട്ടി പിളർത്തി പുറത്തുപോയ ജോസഫ് വിഭാഗമാണ് എതിരാളി എന്നതിനാൽ കോട്ടയത്ത് ജയിക്കേണ്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിമാന പ്രശ്നമാണ്. ലോക്സഭ ജയിച്ചാൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി ഇടതു മുന്നണിയിൽ ആത്മവിശ്വാസത്തോടെ അവകാശവാദം ഉന്നയിക്കാനും പാർട്ടിക്ക് കഴിയും. രാജ്യസഭാംഗമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ കാലാവധി ജൂണിൽ അവസാനിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഒരിക്കൽ കൂടി രാജ്യസഭാ സീറ്റ് ലഭിക്കുന്നതിന് കോട്ടയത്തെ ജയം അനിവാര്യമാണ്.